ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കേരളം അതിദാരിദ്ര്യ കുടുംബങ്ങളില്ലാത്ത സംസ്ഥാനമായി ഇക്കൊല്ലം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ജില്ലാ കളക്ടർമാരോട് മുഖ്യമന്ത്രി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം സ്വന്തമാക്കി തൃശൂർ ജില്ല. പാലക്കാടും കണ്ണൂരും തൊട്ടുപിന്നിൽ. കലോത്സവത്തിന് തിരുവനന്തപുരത്ത് സമാപനമായി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾക്ക് ഒഡീഷയിൽ ഇന്ന് തുടക്കം. ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതി ന്യൂഡൽഹിയിൽ ഇന്ന് ആദ്യ യോഗം ചേർന്നു. ഐ ലീഗിൽ ഡൽഹിയെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഗോകുലം കേരള FC. വാർത്തകൾ വിശദമായി. സംസ്ഥാനം ഇക്കൊല്ലം അതിദാരിദ്ര്യമുക്തമാകുമെന്നും അതിനുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും എല്ലാ ജില്ലകളിലും കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തൈക്കാട് അതിഥി മന്ദിരത്തിൽ 2 ദിവസമായി ചേരുന്ന ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നവംബർ മാസത്തോടെ കേരളം അതിദാരിദ്ര്യ കുടുംബങ്ങളില്ലാത്ത സംസ്ഥാനമാകും. ഇതിനായി സമഗ്രവും ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിപാടികൾ നടപ്പാക്കി വരികയാണ്. അത് ഊർജിതമാക്കണമെന്നും ഓരോ പഞ്ചായത്തിനും ബ്ലോക്കിനും മണ്ഡലങ്ങൾക്കും അതിദരിദ്രരില്ലാത്ത കുടുംബങ്ങളെ പ്രഖ്യാപിക്കാവുന്നതാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിമാരും ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. 63ാമത് സംസ്ഥാന കലോത്സവത്തിൽ 1008 പോയിന്റ് നേടി സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് തൃശൂർ ജില്ല. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് കലാകിരീടം തൃശൂരിലേക്ക് എത്തുന്നത്. 1007 പോയിന്റുമായി പാലക്കാട് 2ാമതും 1003 പോയിന്റുമായി കണ്ണൂർ 3ാമതുമെത്തി. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസും ആസിഫ് അലിയും ചടങ്ങിൽ മുഖ്യാതിഥികളായി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 5 രാപ്പകലുകൾ നീണ്ട കൌമാര കലാമേളയ്ക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല വീണത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് പാലക്കാടിന്റെയും കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കണ്ണൂരിന്റെയും വെല്ലുവിളി മറികടന്ന് തൃശൂർ കിരീടം ചൂടിയത്. കലോത്സവത്തിന്റെ തുടക്കത്തിൽ കണ്ണൂരിനായിരുന്നു ആധിപത്യം. ഇടയ്ക്ക് പാലക്കാടും 1ാം സ്ഥാനത്തേക്ക് കയറി. എന്നാൽ അവസാന നിമിഷം ഫോട്ടോ ഫിനിഷിലൂടെ തൃശൂർ 1ാം സ്ഥാനം പിടിച്ചെടുക്കുകയായിരുന്നു. ചൂരൽമലയിലെ വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക സമ്മാനം നൽകി. 25 വേദികളിലായി 249 ഇനങ്ങളിൽ 15,000-ഓളം പ്രതിഭകളാണ് ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരച്ചത്. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾക്ക് ഒഡീഷയിൽ തുടക്കമായി. 75 രാജ്യങ്ങളിൽ നിന്നുള്ള 6000-ഓളം പ്രവാസി ഇന്ത്യൻ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. യുവ പ്രവാസി ഭാരതീയ ദിവസ് പരിപാടിയോടെയാണ് 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായത്. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള യാത്രയിലാണ് ഇന്ത്യയെന്നും യുവ പ്രവാസികൾക്ക് ഇതിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 2 ബില്ലുകൾ അവലോകനം ചെയ്യുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമവിദഗ്ധർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും അഭിപ്രായം തേടിയ ശേഷമാകും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയെന്ന് JPC അധ്യക്ഷൻ PP ചൌധരി അറിയിച്ചു. 39 അംഗ സമിതിയിൽ ലോക്സഭയിൽ നിന്ന് 27 എംപിമാരും രാജ്യസഭയിൽ നിന്ന് 12 അംഗങ്ങളുമാണുള്ളത്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ചന്ദ്രയാൻ 4, ഗഗൻയാൻ തുടങ്ങി ISROയുടെ ഭാവി ദൌത്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാനാകുമെന്ന പ്രത്യാശ പങ്കുവച്ച് നിയുക്ത ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. നിലവിൽ വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ കേന്ദ്രത്തിന്റെ ഡയറക്ടറായ അദ്ദേഹം ഈ മാസം 14-നാണ് ചുമതലയേൽക്കുന്നത്. ഡോക്ടർ വി നാരായണൻ ആകാശവാണി വാർത്തകളോട്. ഒരു நல்ல ஒரு ஆப்பர்ச்சுனிட்டி நான் கருதுனது. ஒரு எக்ஸலண்ட் ஆர்கனைசேஷன்ல எங்களுக்கு எல்லாருக்கும் അറിയാം. ഇதை ലീഡ് ചെയ്യുന്നതിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ആൻഡ് ഓണർ. ആൻഡ് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ആണ് ഈ ഓപ്പർച്യൂണിറ്റി തന്നിട്ടുള്ളത്. ISROയിൽ നിറയെ പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാവർക്കും വിത്ത് സപ്പോർട്ട് ഓഫ് ISRO എംപ്ലോയീസ് ഭംഗിയായിട്ട് നടത്താനാണ് ഉദ്ദേശം. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നാളെ കേരളത്തിലെത്തും. കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന സുഗത സൂക്ഷ്മവനം പരിപാടി എറണാകുളം വടുതല ചിന്മയ വിദ്യാലയത്തിൽ അദ്ദേഹം നാളെ ഉദ്ഘാടനം ചെയ്യും. കൊട്ടാരക്കരയിലും പാരിപ്പള്ളിയിലും നടക്കുന്ന സുഗത സൂക്ഷ്മവനം ഉദ്ഘാടന ചടങ്ങിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുക്കും. കരുനാഗപ്പള്ളിയിലെ അമൃതാനന്ദമയി മഠവും ചടയമംഗലത്തെ ജഡായു എർത്ത് സെന്ററും അദ്ദേഹം സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. മണ്ഡല മകരവിളക്ക് സീസണിൽ ഇതുവരെ ശബരിമലയിൽ ദർശനം നടത്തിയത് 41 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ. മകരവിളക്ക് മഹോത്സവത്തിനുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ശബരിമല ADM അരുൺ S. നായരുടെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. മകരവിളക്ക് ദിവസവും മുൻപുള്ള 2 ദിവസങ്ങളിലും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തീർത്ഥാടകരുടെ എണ്ണത്തിൽ നിയന്ത്രണം വരുത്തും. ഈ മാസം 14-നാണ് മകരവിളക്ക്. തിരുവാഭരണ ഘോഷയാത്ര 12-ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. മകരവിളക്ക് പൊങ്കൽ ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തി ദക്ഷിണ റെയിൽവേ. ജനുവരി 15, 16, 17 തീയതികളിലായി തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും ചെന്നൈയിലേക്കും തിരിച്ചുമാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തുന്നത്. ട്രെയിനുകളിലേക്കുള്ള മുൻകൂർ ബുക്കിംഗ് ആരംഭിച്ചു. സിനിമാ താരം ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ഉടൻ കൊച്ചിയിലെത്തിക്കും. വയനാട് മേപ്പാടിയിൽ നിന്നാണ് ഇയാളെ ഇന്ന് രാവിലെ പോലീസ് പിടികൂടിയത്. കൊച്ചിയിലെത്തിച്ച ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. അശ്ലീല അധിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പരാതിയിൽ ഹണി റോസിന്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനായി എൽസ്റ്റൺ എസ്റ്റേറ്റിലും നെടുമ്പാല എസ്റ്റേറ്റിലും കണ്ടെത്തിയ ഭൂമി ഏറ്റെടുക്കുന്നതിന് വയനാട് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു. ടൌൺഷിപ്പിനായുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ നേരത്തെ അനുമതി നൽകിയിരുന്നു. ഇടുക്കി അടിമാലിയിൽ ആദിവാസി ഗോത്ര വിഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന അരി കുഞ്ചിപ്പെട്ടി അരി എന്ന ബ്രാൻഡിൽ നാളെ മുതൽ പൊതുവിപണിയിലെത്തും. വിവിധ സർക്കാർ വകുപ്പുകളുടെയും കേന്ദ്ര ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതിയുടെയും സഹകരണത്തോടെയാണ് പാടശേഖര സമിതി കൃഷി ഇറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പൂർണ്ണമായും ആദിവാസി വിഭാഗങ്ങൾ മാത്രം താമസിക്കുന്ന പ്രദേശമാണ് കട്ടമുടി കുഞ്ചിപ്പെട്ടി. മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെയുള്ളത്. വനത്താൽ ചുറ്റപ്പെട്ടതാണ് കുഞ്ചിപ്പെട്ടി പാടശേഖരം. ഈ വർഷം നെൽകൃഷി 3 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. കർഷകരുടെ എണ്ണത്തിലും വർധനവുണ്ടായി. വിളഞ്ഞ നെല്ല് അരിയാക്കി ഈ വർഷം മുതൽ പൊതുവിപണിയിൽ ലഭ്യമാക്കുന്നതിനാണ് ശ്രമം. ഇതോടൊപ്പം ഉത്തരവാദിത്ത ഫാം ടൂറിസം പദ്ധതികൾ കൂടി നടപ്പിലാക്കുന്നതിനുള്ള ആലോചനയിലാണ് പാടശേഖര സമിതി. തിരുവനന്തപുരത്ത് നടക്കുന്ന നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 2ാം ദിനം സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സുപ്രധാന ചർച്ചയ്ക്ക് വേദിയായി. ജോൺ ബ്രിട്ടാസ് MP മോഡറേറ്ററായ ചർച്ചയിൽ MV ഗോവിന്ദൻ, രമേശ് ചെന്നിത്തല, PK കൃഷ്ണദാസ് എന്നീ നേതാക്കൾ പങ്കെടുത്തു. ആധുനിക ഇന്ത്യയ്ക്ക് പാത തെളിച്ച ആശയങ്ങളും ഇതിഹാസങ്ങളും എന്ന വിഷയത്തിൽ ശശി തരൂർ MP പ്രഭാഷണം നടത്തി. വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും മേളയിൽ ഇന്ന് നടന്നു. തിരുവനന്തപുരം പടിഞ്ഞാറേ നട കൊത്തളം റോഡിലെ വാഴപ്പള്ളി ജംഗ്ഷന് സമീപം കുടിവെള്ള പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കുന്നതിനായി ഈ മാസം 10-ന് നിശ്ചയിച്ചിരുന്ന അറ്റകുറ്റപ്പണികൾ ജനുവരി 16-ലേക്ക് മാറ്റി. 16 മുതൽ 18 വരെ ശ്രീവരാഹം, ചാല, വള്ളക്കടവ്, പെരുന്താനി, കമലേശ്വരം വാർഡുകളിൽ പൂർണ്ണമായും, തമ്പാനൂർ, ആറ്റുകാൽ തുടങ്ങി വിവിധ വാർഡുകളിൽ ഭാഗികമായും ശുദ്ധജല വിതരണം തടസ്സപ്പെടുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. മൂന്നാർ ചിത്തിരപുരത്ത് റിസോർട്ടിന്റെ 6ാം നിലയിൽ നിന്ന് വീണ് 9 വയസ്സുകാരൻ മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി പ്രഭാ ദയാലാണ് മരിച്ചത്. മുറിയിൽ കസേരയിൽ കയറി നിന്ന് സ്ലൈഡിംഗ് ജനൽ തുറക്കുന്നതിനിടെ താഴേക്ക് വീണതായാണ് പ്രാഥമിക നിഗമനം. ഐ-ലീഗ് ഫുട്ബോളിൽ ഡൽഹിയെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഗോകുലം കേരള FC. ഇതോടെ 7 മത്സരത്തിൽ നിന്ന് 10 പോയിന്റുമായി പട്ടികയിൽ 4ാം സ്ഥാനത്താണ് ഗോകുലം കേരള. 14-ന് ഗോവയിൽ ഡെംപോയ്ക്കെതിരെയാണ് ഗോകുലത്തിന്റെ അടുത്ത മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ ഹൈദരാബാദ് പോരാട്ടം. രാത്രി 7:30-ന് ഗോവയിലെ ഫത്തോഡ സ്റ്റേഡിയത്തിലാണ് മത്സരം. ടൂർണമെന്റിൽ 25 പോയിന്റുമായി ഗോവ 3ാമതും 8 പോയിന്റുമായി ഹൈദരാബാദ് 12ാം സ്ഥാനത്തുമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 51 പോയിന്റ് താഴ്ന്ന് 78,148-ലും നിഫ്റ്റി 19 പോയിന്റ് താഴ്ന്ന് 23,688-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണം ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 7,225-ഉം പവന് 57,800-ഉമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം അതിദാരിദ്ര്യ കുടുംബങ്ങളില്ലാത്ത സംസ്ഥാനമായി ഇക്കൊല്ലം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ജില്ലാ കളക്ടർമാരോട് മുഖ്യമന്ത്രി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം സ്വന്തമാക്കി തൃശൂർ ജില്ല. പാലക്കാടും കണ്ണൂരും തൊട്ടുപിന്നിൽ. കലോത്സവത്തിന് തിരുവനന്തപുരത്ത് സമാപനമായി. 18ാമത് പ്രവാസി ഭാരതി ദിവസ് ആഘോഷങ്ങൾക്ക് ഒഡീഷയിൽ ഇന്ന് തുടക്കം. ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതി ന്യൂഡൽഹിയിൽ ഇന്ന് ആദ്യ യോഗം ചേർന്നു. ഐ-ലീഗിൽ ഡൽഹിയെ 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഗോകുലം കേരള FC. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.